നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വെസ്റ്റേൺ തിങ്കേഴ്സ് who were the prominent economic thinkers or economic western thinkers. Yes, important economic thinkers. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെസ്റ്റേൺ ഇക്കണോമിക് തിങ്കേഴ്സുകൾ ആരെല്ലാമായിരുന്നു എന്നാണ്. ആരെല്ലാമായിരുന്നു? യെസ്, പറഞ്ഞോ. ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ആൽഫ്രഡ് മർഷാൾട്ട്, റോബിൻസ്, then Paul S. Samuelson. Then move to Indian economic thinkers from the ancient history, not ancient, from the medieval history of India. We know Mauryan Empire and the famous Mauryan rulers, and the advisor of Mauryan Emperor was the Chanakya, the writer of Arthashastra. അർത്ഥശാസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഭാരതത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന പോലുള്ള അന്നത്തെ ഒരു ബുക്ക് എഴുതി തയ്യാറാക്കിയിട്ടുള്ള ആള് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇതിഹാസ നായകനായിട്ടുള്ള ആരെ? ചാണക്യൻ. Who was the first economist of India? ചാണക്യ. നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഒരു സാമ്രാജ്യത്തിൽ എന്തെല്ലാം ചെയ്താലാണ് ആ ഒരു എംപയർ ഫ്ലറിഷ് ആവുക, ആ ഒരു എംപയർ ഉയരുക എന്നതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു അഡ്വൈസർ ഉണ്ടായിരുന്നു മൗര്യൻ എംപയർക്ക്. ആരായിരുന്നു അത്? ചാണക്യ. അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ള ചാണക്യനായിരുന്നു അത്. Who was the first economic thinker of India? ചാണക്യ പറയുന്നുണ്ട്, lack of economic activity that leads to ruins of a nation. ഒരു നേഷനിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ആ ഇക്കണോമിക് റൂയിൻ ചെയ്യും, നശിക്കും. Chanakya, who says that there is no economic activities or there is less economic activity in a country that leads to a ruin of country. ഒരു കൺട്രിയുടെ അധപ്പതനത്തിന്, ഒരു കൺട്രി, ഒരു രാജ്യം, ഒരു നേഷൻ ഇല്ലാതാവാനുള്ളതിന്റെ ഏറ്റവും വലിയ കാരണമാണ് അവിടുത്തെ ജനങ്ങൾ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ജോലിയിലും ഏർപ്പെടാതെ ഇരിക്കുന്നത് എന്ന് പറയുന്നത്. ഒരു വീട്ടിലെ കാര്യം എടുക്കുക, ഒരു വീട്ടില് അവരുടെ ആരും ഒരു ജോലിക്കും പോകുന്നില്ല, ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിലും ഏർപ്പെടുന്നില്ലെങ്കിൽ ആ വീട് പൊളിഞ്ഞു. ഒരു രാജ്യത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് ആരും അങ്ങനെ പോകുന്നില്ലെങ്കിലോ? That is ruin of economic a nation. ഒരു നേഷന്റെ, ഒരു രാജ്യത്തിന്റെ പതനമാണ്, ഇല്ലായ്മയാണ്. ഓക്കെ, അതാണ് ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് another thinkerലേക്ക് വരാം, മറ്റൊരു ഇക്കണോമിക് തിങ്കറിലേക്ക് വരാം. ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, 7ാം ക്ലാസ്സിൽ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചു വളർന്നതാണ് ദാദാഭായ് നവറോജി. Yes, the founder of trade theory. നമ്മുടെ ബ്രിട്ടൻ, അതായത് കൊളോണിയൽ ആ കാലത്ത്, ബ്രിട്ടനെ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത്, our all wealth, all economic wealth that drained to Britain എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി പറഞ്ഞു, മീൻസ് പലരും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദാദാഭായ് നവറോജിയാണ് അത് പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് ഫോറത്തിലേക്ക് കൊണ്ടുവന്നത്, എല്ലാവരിലേക്കും അറിയിച്ചത് ദാദാഭായ് നവറോജിയാണ്. Through his drain of wealth theory, അദ്ദേഹം ഒരു തിയറിയും ആവിഷ്കരിക്കുകയുണ്ടായി. All our economic wealth that drained or exploited by Britain are
അറിയാതെയുമായി നമ്മുടെ സാമ്പത്തികം, നമ്മുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്ന അതിവിദഗ്ധമായിട്ടുള്ള എന്താണെന്നാ പറയുന്നത്, ഒരു സംവിധാനമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തി നമ്മളോട് പറഞ്ഞിട്ടുള്ള അതിവ്യക്തമായിട്ടുള്ള ഇക്കണോമിക് തിങ്കറാണ്, സാമ്പത്തിക ചിന്തകനാണ് ആര് എന്ന് പറയുന്നത്, ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഇന്ത്യൻ തിങ്കേഴ്സിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള കാരണം. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് high salary of Indian for the high salary of Britain officers in India. ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ ഒരു വെൽത്ത്, നമ്മുടെ ഒരു സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത്, പോകുന്നത് എന്ന് അദ്ദേഹം വളരെ അടിവരയിട്ട് അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്. ത്രൂ ദ ഫോം ഓഫ് സാലറി, ഫസ്റ്റ് പറയുന്നുണ്ട് ത്രൂ ദ ഫോം ഓഫ് സാലറി. അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളും ഇന്ത്യയിൽ പണിയെടുക്കുന്നുണ്ട്, ബ്രിട്ടനിലുള്ള ജനങ്ങളും ഇന്ത്യയിൽ പണിയെടുക്കുന്നുണ്ട്. ആ കാലത്ത് ബ്രിട്ടനിലുള്ള ജനങ്ങൾക്ക്, അതായത് ബ്രിട്ടൻ ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ പണിയെടുക്കുന്ന ബ്രിട്ടനിലുള്ള ജനങ്ങൾക്ക് ഹൈ സാലറി കൊടുക്കുന്നു. ബ്രിട്ടൻ. അത് എങ്ങോട്ടാ പോകുന്നത്? അത് ഇവിടെ അല്ല, അത് ബ്രിട്ടൻക്കാണ്. രണ്ടാമത് പറയുന്നു എന്ത്, നമ്മൾ പല പല സംഭവങ്ങൾ ഉണ്ടാക്കുന്നു, ഇൻഡിഗോ ആയിക്കോട്ടെ, ക്യാഷോ ആയിക്കോട്ടെ, പല നട്സുകളായിക്കോട്ടെ, പല റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ജൂട്ട് പോലുള്ള പല പല റോ മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കുന്നു. എന്താ റോ മെറ്റീരിയൽസ്? അസംസ്കൃത വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു ഫിനിഷ്ഡ് ഗുഡ്സ്, ഒരു സാധനം നമുക്ക് ഉണ്ടാക്കുന്നതിന് അതിന് പല മറ്റു ചേരുവകൾ ആവശ്യമാണ്. ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന്, ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് കേക്കാണല്ലേ. ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളത് എന്താണ്? ആ മുട്ടുള്ള കേക്കാണെന്നുണ്ടെങ്കിൽ എഗ്ഗ് വേണം, അതുപോലെ തന്നെ എന്താണ് മൈദ വേണം, അതിനുള്ള ഫ്ലോറുകൾ കാര്യങ്ങളൊക്കെ വേണം. ഒരു വസ്ത്രം ഉണ്ടാക്കുന്നതിന് അതിന് ജൂട്ടാണോ കോട്ടൺ ആണോ, അതിന് എന്ത് കാര്യമാണോ അതെല്ലാം വേണം. ദാറ്റ് ഈസ് ദ റോ മെറ്റീരിയൽസ്. ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. ആ റോ മെറ്റീരിയൽസ് ബ്രിട്ടനുകാർ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ചീപ്പ് ഓഫ് പ്രൈസ്. മാത്രമല്ല നമ്മൾ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സാധനങ്ങള്, റോ മെറ്റീരിയൽസിൽ കോട്ടൺ ആയിക്കോട്ടെ, ജൂട്ട് ആയിക്കോട്ടെ, ഇൻഡിഗോ ആയിക്കോട്ടെ, മറ്റു നട്സ് കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ, അതെല്ലാം ഈ ചീപ്പ് പ്രൈസ് ബ്രിട്ടൻ അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും അത് ഫിനിഷ്ഡ് ഗുഡ് ആക്കിയിട്ട് വസ്ത്രമാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേയനെ അത് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് ഹൈ പ്രൈസിൽ നമ്മൾ മേടിക്കണം. രണ്ടും ആർക്കാ ലാഭം? ബ്രിട്ടീഷുകാർക്കാണ് ലാഭം. in the form of profit drained to Britain. ഫസ്റ്റ് സാലറി രൂപത്തിൽ നമ്മൾ ചൂഷണം ചെയ്തു, പിന്നെ പ്രോഫിറ്റ് രൂപത്തിൽ നമ്മൾ ചൂഷണം ചെയ്തു. മൂന്നാമത് വേറെ ഒന്നുണ്ട്, ഇന്ത്യൻ ലാബേഴ്സ് they treated us like slaves. അടിമകളെ പോലെ കഷ്ടപ്പെടുത്തി പണിയെടുപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ they drained to that wealth also drained to England or Britain. ഈ ഫോമുകളിലെല്ലാം, ഈ രൂപങ്ങളിലെല്ലാം our Indian economy they ruined. They means Britain ruined, Britain drained, Britain exploited എന്നാണ് ആര് പറയുന്നത്? ദാദാഭായ് നവറോജി പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. സോ ദാദാഭായ് നവറോജി was the famous economist in India. ഇനി മൂന്നാമത് ഒരാളെ കുറിച്ച് കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്ത്യൻ ഇക്കണോമിസ്റ്റ്, മറ്റൊരു ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആയിട്ടുള്ള പിടികിട്ടിയല്ലേ? യെസ്, അവർ ഗാന്ധി. നമ്മുടെ മഹാത്മാഗാന്ധി was the famous economist, Indian economist. എങ്ങനെയാണ് അദ്ദേഹം ഇക്കണോമിസ്റ്റ് ആയത്? എങ്ങനെയാണ് അദ്ദേഹം ഒരു സാമ്പത്തിക ചിന്തകൻ ആയത്? എങ്ങനെയാണ്? Yes, who well conducted in economic activities and economic production
ഉയർത്തിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജി. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് മസ്റ്റ് ഡിപെൻഡ് അപ്പോൺ ദ മോറൽ വാല്യൂസ് ആൻഡ് റൂറൽ ഇക്കോണമി. തികച്ചും റൂറൽ ഇക്കോണമിക്ക് ഫലം ചെയ്യുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കണം, മോറൽ ഫോമിലെ ധാർമ്മികമായിട്ടായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്, ആവിഷ്കരിക്കേണ്ടത് എന്നാണ് 1909 പുറത്തിറക്കിയിട്ടുള്ള ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിൽ അദ്ദേഹം പറയുന്നത്. എന്താണ്? This economic activity must be oriented to the moral and rural economy based. അതായത് റൂറൽ മീൻസ് ഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന പലതരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ആ ആളുകൾക്കെല്ലാം മെച്ചപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ഓരോ പ്രൊഡക്ഷനും ഓരോ ഇക്കണോമിക് ആക്ടിവിറ്റികളും നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. ഓക്കെ, മാത്രമല്ല trusteeship on the basis of idea of trusteeship which means on the basis of non-violence and അഹിംസയിലും അതുപോലെ തന്നെ ട്രൂത്തിലും സത്യത്തിലും അടിസ്ഥാനപരമായിട്ടായിരിക്കണം ഓരോ ഇക്കണോമിക് ആക്ടിവിറ്റിയും ഉണ്ടാകുന്നത്. ആളെ പറ്റിച്ചുകൊണ്ടായിരിക്കരുത് എന്നർത്ഥം. An economic activity must be oriented to the trusteeship, which means on the basis of truth, സത്യത്തിലും നോൺ വയലൻസ് അഹിംസയിലും കൊള്ള മുതലായവയിലായിരിക്കരുത് എന്നർത്ഥം. Understand? That is the ideology put forward by our father of nation, that is Mahatma Gandhi. മഹാത്മാഗാന്ധിയുടെ ഐഡിയോളജി പറഞ്ഞാല് നമുക്ക് കഴിയില്ല, ഈ ഒരു പാട്ടില് നമുക്ക് അത് കവർ ചെയ്യാൻ കഴിയില്ല. His main ideology or his main economic thinking, economic thoughts, that's only depend upon the rural beneficiaries. ഗ്രാമത്തിലുള്ള മനുഷ്യർക്ക് എന്ത് സഹായമാണോ ചെയ്യേണ്ടത്, ഗ്രാമത്തിലുള്ള മനുഷ്യർക്ക് എന്ത് സഹായമാണോ ചെയ്യേണ്ടത് അത് എക്കണോമിക് ആക്ടിവിറ്റിയിലൂടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, ഒരു ഗവൺമെന്റ് നൽകേണ്ടതുണ്ട് എന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ മറ്റു ഐഡിയോളജികൾ നോക്കൂ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രയോറിറ്റി ടു റൂറൽ അഗ്രികൾച്ചറൽ സിസ്റ്റം, ഗ്രാമങ്ങളിലുള്ള കൃഷി വ്യവസായത്തിനായിരുന്നു കൂടുതലായിട്ടും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നത്. രണ്ടാമത് emphasis on small and cottage industries, ചെറിയ കോട്ടേജ് ഇൻഡസ്ട്രികൾ, ചെറിയ വ്യവസായങ്ങൾ, കയർ ഫാക്ടറി പോലുള്ള ചെറിയ സംരംഭങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ആൻ ഇക്കോണമി ബിൽഡ് ഓൺ ഈക്വാളിറ്റി, നല്ലൊരു സമത്വപരമായിട്ടാണ് അതായത് സാലറി കൊടുക്കേണ്ട കാര്യത്തിലായാലും മറ്റും തൊഴിലാളി മുതലാളിയായ കാര്യത്തിലും എല്ലാത്തിലും ഒരു ഈക്വാളിറ്റി, സമത്വം ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ റൂറൽ ഇക്കോണമി ഉണ്ടല്ലോ, ഗ്രാമത്തിൽ നല്ലൊരു വ്യവസായം, നല്ലൊരു സംരംഭം, നല്ലൊരു ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകണമെന്ന് പറഞ്ഞ അദ്ദേഹം ഈ സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ് ലോക്കൽ ഇക്കോണമി ഉണ്ടാകണമെന്ന് പറഞ്ഞു. സെൽഫ് സഫിഷ്യൻറ്റ്, വേറൊരാളെ ആശ്രയിക്കാത്ത, സെൽഫ് റിലയൻ്റ് ആയിട്ട് സ്വയം ഉണ്ടാക്കുന്ന ലോക്കൽ ഇക്കോണമി, ഗ്രാമങ്ങളിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഒരു ഇക്കോണമി, സമ്പദ് വ്യവസ്ഥ നിർബന്ധമായിട്ടും കെട്ടിപ്പൊക്കണം. ഇനി നമുക്ക് 1998 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള അമർത്യ സെൻ, who is the eminent economic thinker of India. ഇന്ത്യയിലെ എക്കാലത്തും കണ്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോബൽ പ്രൈസ് പുരസ്കാരം
ആൻഡ് ഫ്രറ്റേണിറ്റി. ഈ ഒരു ഐഡിയോളജി ബേസിസ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒന്ന് നോക്കൂ, his major works covered vast area like welfare, economic inequality and development. ഇക്കണോമിക് ഇനീക്വാളിറ്റിയും അതുപോലെ തന്നെ വെൽഫെയർ ഇക്കണോമിക്സിലും ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളായിരുന്നു, വർക്കുകളായിരുന്നു, ബുക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ അങ്ങനെ പറഞ്ഞാല്? എന്താ ഇക്കണോമിക് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്? പണ്ട് നമ്മൾ കാൾ മാർക്സ് പഠിച്ചപ്പോൾ പറഞ്ഞു there is a wide gap between have and have not. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ വലിയ ഒരു അന്തരം, വലിയ ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് അമർത്യ സെനും പറയുന്നത്. there is no inequality. അങ്ങനെ ഒരു ഈക്വാളിറ്റി ഇല്ലായ്മ ഉണ്ടാകാൻ പാടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു ഐഡിയോളജി ആയിട്ട് പറയുന്നത്. പിന്നെ economic activities must be oriented to the welfare of the society. മനുഷ്യന്റെ ക്ഷേമത്തിനായിരിക്കണം, മനുഷ്യന്റെ സമൂഹത്തിന്റെ ക്ഷേമത്തിനായിരിക്കണം, നല്ലതിനായിരിക്കണം ഒരു ജോലികൾ അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റികൾ ഉണ്ടാകേണ്ടത് എന്നാണ് അമർത്യ സെൻ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് വി കവർ വെസ്റ്റേൺ ഇക്കണോമിക് തിങ്കേഴ്സും അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കണോമിക് തിങ്കേഴ്സും. ഓക്കെ അല്ലേ?